Hi friends. Uh, Hi friends. Have a nice day. പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന 2015 ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം അതിന്ന് ലോകം മുഴുവൻ, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് 6 പ്രൊജക്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായ PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം. നമുക്കറിയാം, ഒരു ടോക്കൺ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേബിൾ കറൻസിയുടെ പേരിലാണ്. ക്രിപ്റ്റോ കറൻസി മേഖലയിലെ ഇന്നുവരെ കണ്ടുപിടിച്ച എല്ലാ ടോക്കണുകളും ഒരു വൺ പർപ്പസ് ആണ്. ഇവിടെ PVC മെറ്റ എന്ന് പറയുന്ന ഒരു മൾട്ടിപർപ്പസ് ടോക്കൺ അവതരിപ്പിക്കുമ്പോൾ, അതായത് 2022 ജൂലൈ 28 തീയതിയാണ് ഈ ഒരു മൾട്ടിപർപ്പസ് ടോക്കൺ പേൾവെയിൻ ഇന്റർനാഷണൽ അവതരിപ്പിച്ചത്. 2025 ജൂലൈ 28 3 വർഷം പൂർത്തിയാവുകയാണ്. ഈ ഒരു 3 വർഷ കാലയളവിനുള്ളിൽ ഈ മേഖലയിൽ വളരെ നന്നായി അറിയാവുന്ന ചില ആളുകൾക്ക് ഈ ഒരു ടോക്കൺ പ്രോഗ്രാം എത്രമാത്രം വിജയിക്കും എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, ഒരു ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് അതിൻ്റെ ലിക്വിഡിറ്റിയെ ബേസ് ചെയ്താണ് വിലയിരുത്തപ്പെടുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ അസറ്റിന്റെ മൂല്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിസർവ് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി മേഖലയിൽ, അതായത് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡാവോ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്ന്. ഏകദേശം 25,000-ലധികം ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമുകൾ ഇന്ന് നിലവിലുണ്ട്. അവിടെ ഡാവോയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം 25,000 പ്രൊജക്റ്റുകൾ മാത്രമാണ്. ഈ 25,000 പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ടോക്കൺ പ്രോഗ്രാമുകൾ മാത്രമല്ല, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമുകളിൽ എല്ലാം ചേർന്നാണ്. അവിടെയാണ് പേൾവെയിൻ ഇന്റർനാഷണൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഡാവോ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനിൽ പേൾവെയിൻ ഇന്റർനാഷണൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, അമേരിക്കയിലെ ടെക്സാസിൽ 2015 പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സാമ്പത്തിക ആശയം ഡോക്ടർ ഡാനിയൽ ജോൺസൺ അവതരിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ 6 പ്രൊജക്റ്റിനും ചേർന്ന് ഏകദേശം 9 ലക്ഷം കോടി ഡോളറാണ് സിസ്റ്റം മാറ്റിവെച്ചിരിക്കുന്നത്. ഇവിടെ ഡാവോ എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏത് രാജ്യത്തെ സിസ്റ്റമാണോ ആ രാജ്യത്തെ IRS, അതായത് ഇന്റർനാഷണൽ റവന്യൂ സർവീസ്, അതിന് അംഗീകാരം നൽകണം. അതിന് അംഗീകാരം നൽകണമെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്കിവിടെ PVC മെറ്റ എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടി ടോക്കണാണ് ഉള്ളത്. ഈ ടോക്കന് തുല്യമായ റിസർവ് ഫണ്ട് കൃത്യമായി ബോധിപ്പിച്ചാൽ മാത്രമാണ് ഡാവോ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഒരു സിസ്റ്റത്തെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഏത് പ്രൊജക്റ്റും അതിൻ്റെ റിസർവ് ഫണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. പല സിസ്റ്റവും പരാജയപ്പെടുന്നത് റിസർവ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ പേൾവെയിൻ അവതരിപ്പിച്ച PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ എന്ന് പറയുന്നത് നമുക്ക് വളരെ ധൈര്യപൂർവ്വം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഡാവോ എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റിയെ കുറിച്ച് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാവും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിപ്റ്റോ കറൻസി മേഖലയെ നമ്മൾ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനലൈസിങ് വെബ്സൈറ്റ് ആണ് കോയിൻചെക്കോ എന്ന് പറയുന്നത്. കോയിൻചെക്കോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതിൽ PVC മെറ്റ എന്ന് പറയുന്ന ഈ മൾട്ടിപർപ്പസ് ടോക്കനെ കുറിച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താം. ആ എൻക്വയറിയിൽ പറയുന്നത് ഏകദേശം 5-8 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് 0 റിസ്ക് എലമെന്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ്.
നമുക്കറിയാം ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനെ നന്നാക്കി പറയുന്ന ഒന്നല്ല. ആ ഒരു വെബ്സൈറ്റിലൂടെയാണ് ഈ ഒരു മേഖലയെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു എൻക്വയറി നമുക്ക് നടത്താൻ കഴിയുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 0% മാത്രം നമുക്ക് റിസ്ക് ഉള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്താണ് തെറ്റ്? മറ്റു പ്രൊജക്റ്റുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 30-40% റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് വേണം നമുക്ക് ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ. ഇവിടെ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു കാര്യം മാത്രമാണ് ഇനിയും പുറത്തേക്ക് വരാൻ ഉള്ളത് എന്നുള്ളതാണ് കുറച്ച് ദിവസം മുമ്പ് വരെ നമുക്ക് ആ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിലേക്ക് PVC മെറ്റ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനും നമുക്ക് പരിഹാരമായിട്ട് ഈ അടുത്ത ദിവസം പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ CoinDCX-ൽ PVC മെറ്റ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് നമുക്ക് ഫിസിക്കൽ മണി ഉപയോഗിച്ച് പോലും PVC മെറ്റ വാങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കും നമുക്ക് കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ പോലും നമുക്ക് PVC മെറ്റ കൊണ്ട് കഴിയും എന്നുള്ള ഒരു കാര്യം നമുക്ക് മുമ്പിൽ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ 1-2 പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് PVC മെറ്റ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ലൈഫ് ലോങ് ആയി പോകുന്ന ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിന്റെ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിൽ വളരെ നന്നായി മുന്നോട്ട് പോയിട്ടാണ് സക്സസിലേക്ക് പോകുന്നത്. ഇവിടെ 2022 ജൂലൈ 28 PVC മെറ്റ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു $1 അതിന്റെ വില. പിന്നെ അത് $13 വളർന്നു. ഇപ്പോൾ വളരെ ചെറിയ രീതിയിലേക്ക് അത് താഴ്ന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുക എന്നുള്ളത് നമുക്കറിയാം. ബിറ്റ്കോയിൻ നിലവിൽ വരുന്ന സമയത്ത് ആ ഒരു ആശയത്തെക്കുറിച്ച് വളരെ ആശങ്കയുള്ള കുറേ ആളുകൾ അതിനെ വിശ്വസിച്ചില്ല. ഇപ്പോഴും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ ഇന്നത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 2009 വന്ന ബിറ്റ്കോയിൻ $2.80 നിന്നും 1 കോടിയിലേക്കും ഇപ്പോൾ 85 ലക്ഷം രൂപയിലേക്കും നിൽക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത്തരം ഡിജിറ്റൽ അസറ്റ് ഇനി വരുന്ന കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ പോലും, നമ്മുടെ ഇന്ത്യ രാജ്യം പോലും ബിറ്റ്കോയിൻ റിസർവ് ഫണ്ടായി വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അങ്ങനെ ഇനി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വളരെ വേഗം കുതിച്ച് ഉയരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇവിടെ മെറ്റാവേഴ്സുമായി ബന്ധപ്പെട്ട് Web3യുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ടോക്കണുകളാണ്, ക്രിപ്റ്റോ കറൻസി ടോക്കണുകൾ. അവിടെയാണ് PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് ടോക്കന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓരോ ടോക്കണും വൺ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു PVC മെറ്റ എന്ന് പറയുന്ന ഫ്യൂച്ചർ ഓഫ് മണിയെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ലോകത്തിൽ, അതായത് 150 രാജ്യങ്ങളിൽ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം സിസ്റ്റം നമുക്ക് നൽകുകയാണ്. 6 പ്രൊജക്ടിന്റെ ഭാഗമായി നമുക്ക് ഇതിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് കടന്നു വരാം. അത് എത്ര കാലം കഴിയും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് PVC മെറ്റ അതിന്റെ യാത്ര തുടരുന്നത്. ഈ 2025 അതായത് 2015 to 2025 ഇതിന്റെ വൈറ്റ് പേപ്പറിൽ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഏറ്റവും അവസാന വർഷമാണ് 2025 എന്ന് പറയുന്നത്. ഈ 2025 ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാമായിട്ട് പേൾവെയിൻ ഇന്റർനാഷണൽ മാറും. ഇവിടെ 1000 PVC മെറ്റ വാങ്ങി നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ PVC മെറ്റ എന്ന് പറയുന്ന ഇതിന്റെ ഈ ഒരു വെബ്സൈറ്റ്, ഈ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത് അത് ട്രസ്റ്റ് വാലറ്റിലായിക്കോട്ടെ, കോയിൻബേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റാമാസ്കിലായിക്കോട്ടെ, നമുക്ക് ഒരു ഫോണിൽ നിന്നും ഒരു നമ്പറിൽ നിന്നും നമുക്ക് 3 അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം സിസ്റ്റം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഈ ഒരു സിസ്റ്റം അത്രയും ജെനുവൻ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേൾവെയിൻ ഇന്റർനാഷണലിന്റെ ആദ്യത്തെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 8ഓളം രാജ്യങ്ങളിൽ ഈ ഒരു വെബ്സൈറ്റ് പ്രവർത്തിക്കില്ല.
എന്തുകൊണ്ട്? നമുക്ക് അവിടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഈ ഒരു വെബ്സൈറ്റ് പ്രവർത്തിക്കില്ല. ഇവിടെ നമുക്കറിയാം ചുറ്റും പരാജയങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കുന്നത്? പണം മാത്രമാണ് ആവശ്യമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നൽകാം. ഇവിടെ നമുക്ക് സിസ്റ്റം വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് സിസ്റ്റം നൽകുന്നത് 0.20 ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 0.20, അതായത് നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്യാപിറ്റൽ 1%, അതുമായി ബന്ധപ്പെട്ട റിവാർഡ് 1%. വളരെ ചെറിയ ഒരു തുക നിങ്ങൾക്ക് തിരിച്ചു നൽകിക്കൊണ്ട് കോമ്പൗണ്ടിങ്ങിലൂടെയും ഏർലി ബേർഡ് റിവാർഡ് ഓഫറിലൂടെയും നിങ്ങൾക്കത് വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് ഇവിടെ PVC മെറ്റ നൽകുന്നത്. ഈ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങളൊരു കോടീശ്വരനായി മാറുമെന്നതിൽ 100% സത്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇത്തരം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ആരാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അദ്ദേഹവുമായി പെട്ടെന്ന് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരിക. വേൾഡ് വൈഡ് ഇന്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തികത്തിൻ്റെ ആകാശം തുറന്നു വരികയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി കണ്ണൂർ. താങ്ക് യു.